സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് യൂട്യൂബ് തുറന്നപ്പോൾ വിഷം ചീറ്റുന്ന സംഘികളുടെ രണ്ട് പരാതികളാണ്. കേരളത്തിൽ ഹിന്ദുമതം ന്യൂനപക്ഷമാകുന്നു. അതിനാരാണ് കാരണക്കാർ? ഹിന്ദുമതം ന്യൂനപക്ഷമാകുന്നതിന് ആരാണ് കാരണക്കാർ? ഷണ്ണന്മാരാ ഹിന്ദുക്കൾ ആക്ഷേപിക്കുകയില്ലേ? പറഞ്ഞ ആരാണ്? സെൻകുമാർ, പഴയ DGP. തെണ്ടിത്തരം പറയുന്നതിന് ഒരു മര്യാദ വേണം. അയാൾ ഒന്നുമല്ലെങ്കിലും കേരളത്തിലെ DGP ആയിരുന്നവനാണ്. കേരളത്തിലെ DGP ആയിരുന്നവനാണ് ഈ പറയുന്നത്. കേരളത്തിൽ ഹിന്ദുമതം ന്യൂനപക്ഷമാകുന്നു. കാരണക്കാരാണ്? അപ്പോൾ അത് ഹിന്ദുക്കളില്ല, ഹിന്ദു സമുദായത്തിലെ ചെറുപ്പക്കാരെയും വ്യക്തികളെ ആക്ഷേപിക്കുകയാണ് അയാൾ. അതായത് അവർ ഷണ്ണന്മാരാ? അവർക്ക് മക്കളെ ഉണ്ടാക്കിയൂടെ? ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ മക്കൾ ആർക്കുണ്ട്? വിദ്യാഭ്യാസവും വിവരമുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും. അതിന് സമുദായമൊന്നുമില്ല. 2 അല്ലെങ്കിൽ 3 മതം. ചില ഹിന്ദുക്കൾ ഒരു കുട്ടിയെ മാത്രം മതി. കാരണം എനിക്ക് അല്ലെങ്കിൽ എനിക്കും എൻ്റെ വൈഫിനും ഒരു കുട്ടി മതി. എന്തുകൊണ്ട് ഒരു കുട്ടി മതി? ആ സ്നേഹം അത്ര അത് ആ കുട്ടിക്ക് കൊടുക്കണം. രണ്ടാമതൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്കും കൂടെ നമ്മൾ സ്നേഹം കൊടുക്കേണ്ടി വരും എന്നുള്ള ന്യായമാണ് അവർ പറയുന്നത്. പിന്നെ അതൊക്കെ എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അവർ കള്ളും കുടിച്ച് വ്യഭിചരിച്ച് അങ്ങനെ നടക്കും. ഒരു ഭാര്യയിൽ ഒതുങ്ങുകയില്ല അവർ. അപ്പോൾ ബാക്കിയുള്ള സമുദായങ്ങളെന്ന് പറയുമ്പോൾ അവരുടേതായ ചട്ടക്കൂട് അനുസരിച്ച് അവരുടെ മതപരമായ അനുസരിച്ച് അവർ ജീവിക്കുന്നു. അവർ ചിലപ്പോൾ 2 or 3 കുട്ടികൾ അവരുണ്ടാവും. അത് ഇവിടെ ഗവൺമെൻറ് നേരത്തെ കണക്കനുസരിച്ച് 2 അല്ലെങ്കിൽ 3 നിർത്തുക എന്നാണ് പഴയ കുടുംബാസൂത്രണ മുദ്രാവാക്യം തന്നെ. അപ്പോൾ എന്തായാലും ശരി, സെൻകുമാർ പഴയ DGP ആയിരുന്നു. ഈ സെൻകുമാർ ഞാനും എല്ലാം ഒന്നിച്ച് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കുമായിരുന്നു. അന്ന് അയാൾ ADGP ആണ്. ഇത്രയും വിഷമിക്കുന്ന ഒരു ഒരു സർപ്പമാണെന്ന് അന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാര്യം ഞങ്ങളൊക്കെ വളരെയധികം സൗഹൃദമായിട്ട്, അവർക്ക് പോലീസിന് ഒരു കോർട്ടുണ്ടായിരുന്നു ജിമ്മി ജോർജിൽ. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകും. ഞങ്ങൾക്ക് വേറൊരു കോർട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരവിടെ വരാൻ കുറയുമ്പോഴത്തേക്ക് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ പോയിരുന്നു കളിക്കും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾ എന്നാണ് അത് വിട്ടത്? അപ്പോൾ അയാളുടെ ഉള്ളിൽ അന്നേ അയാൾ RSSകാരനാണ്. RSS സംഘപരിവാർ മനോഭാവമുള്ള വ്യക്തിയാണെന്ന് പിന്നെയാണ് അറിയുന്നത്. പിന്നീട് നമ്മുടെ NSS കോളേജിൽ, ട്രിവാൻഡ്രത്ത് NSS കോളേജിൽ വെച്ചൊരു വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ABVP-ക്കാരെ അടിക്കാനായിട്ട് പോയ ഒരു പോലീസുകാരൻ്റെ അവൻ്റെ ബാഡ്ജും അതും ഇതുമൊക്കെ ആ പോലീസുകാരൻ്റെ പിടിച്ചു വാങ്ങിച്ചിട്ട് അവനെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ആ പോലീസുകാരനെ RSS, അതായത് ABVP-ക്കാരനെ അടിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ അത്ര വൃത്തികെട്ട മനസ്സുള്ളവനാണ്. അപ്പോൾ യവനെയൊക്കെ പിടിച്ച് DGP ആക്കാൻ കൊള്ളാമോ? അപ്പോൾ നിങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത്, ഈ കേരളത്തിൽ ഭരിക്കാൻ വരുന്ന ഗവൺമെൻറ് ആയിരുന്നാലും ശരി, BJP ഭരിക്കുമ്പോൾ അവർ ചെയ്തോട്ടെ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ BJP അല്ലേ ഭരിക്കുന്നത്, ഫാസിസ്റ്റ് ഭരണമല്ലേ, അവർ എന്തും ചെയ്യണം. ഇന്ത്യയിൽ ജനാധിപത്യമാണെന്ന് പറയാം. എന്ത് ജനാധിപത്യമാണ് ഇന്ത്യയിൽ? ഒരു ജനാധിപത്യമില്ല, മതാധിപത്യമാണ് നടക്കുന്നത് ഇന്ത്യയിൽ. മതാധിപത്യമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പണാധിപത്യമാണ് നടക്കുന്നത്. അപ്പോൾ 2 ഹിന്ദു ധനാഢ്യന്മാർക്ക് വേണ്ടി 2 ഗുജറാത്തികൾക്ക് വേണ്ടി ഭരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലെ, പാവപ്പെട്ട ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വേണ്ടി എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതുപോട്ടെ, ആ പ്രശ്നം ഇവിടെ വന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ വേറൊരു സമയത്ത് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതത്തിൽ വേർതിരിവുണ്ടാക്കുന്ന, മതങ്ങൾ തമ്മിൽ പകയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഈ കേരളത്തിൽ DGP ആയിരുന്നവനാണ്. യാതൊരു വിവരമില്ല. ഈ മനുഷ്യന്മാർക്ക് ചാണകം തിന്നു തുടങ്ങിയ വിവരം നശിക്കും. ചാണകവും തിന്ന് പശുവിൻ്റെ മൂത്രവും കുടിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ ബുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്തായാലും ശരി, അയാൾ പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടന സേവാഭാരതിയാണെന്ന്. അതൊക്കെ ഇനി PSCയിൽ ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. പറയുന്ന ആരാണ്? ഇത്രയും വിവരമുള്ള ഒരു DGP ആയിരുന്നു പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടന സേവാഭാരതി എവിടെയാണ്? എന്ത് സേവനമാണ് ചെയ്തത്? ഇവിടെ എവിടെയാണ് എന്ത് സേവനമാണ് ചെയ്തത്?
തെണ്ടിത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു പിന്നെ DGP ആയിട്ടിരുന്ന കേരള പോലീസിന്റെ ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ഒരു മനുഷ്യൻ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയാൻ കൊള്ളാം? ഇയാൾ എവിടത്തുകാരനാണ്? ഇയാൾക്ക് വല്ല വിവരം ഉണ്ടാ? ചാണാൻ തുടങ്ങിയാണെങ്കിൽ യാതൊരു കാരണവശാലും വിവരം ഉണ്ടാവില്ല. അതുപോലെ അമൃതാനന്ദമയി ആയിരക്കണക്കിന് കോടി രൂപയുടെ സേവനം നടത്തുന്നു. വിവിധ ജാതി മതസ്ഥർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഏത് മതസ്ഥർക്കാണ് അവർ വീട് വെച്ച് കൊടുത്തത്? അവർ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല ഹിന്ദുക്കൾക്ക്, പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? മാതാ അമൃതാനന്ദമയ്യ കൊല്ലക്കാടത്ത് നിന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും ആരാണെന്ന്, അവരാരായിരുന്നുവെന്ന്. അവർക്ക് എവിടെ നിന്ന് പൈസ? അവരെന്തുണ്ടാക്കിയാണ് പൈസ കിട്ടുന്നത്? എവിടെ നിന്നാണ്? അവർക്ക് എന്താ വ്യവസായമാണ്? അവരാരായിരുന്നു? അവർ വെറും പാവപ്പെട്ട ഒരു മുഖസ്ത്രീ ആയിരുന്നു, യാതൊരു കഴിവുമില്ലാത്ത. ഉയർന്നു വരട്ടെ, ആളുകൾ ഉയർന്നു വരട്ടെ, സേവനം ചെയ്യട്ടെ. പക്ഷേ ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്? എന്തെങ്കിലും കണക്കുണ്ടാ? ആർക്ക് കണക്ക്? ഒരു കണക്കുണ്ടാ? ഇല്ല. അപ്പോൾ അതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അവർക്ക് എന്തുമാവാം, ഏത് രീതിയിലും ആവാം. അപ്പോൾ അപ്പോൾ രണ്ടാമത്തത് വേറൊരു വിഷം ചീറ്റുന്ന ഒരു കള്ള് കച്ചവടക്കാരനുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ പറയാണ്, മുസ്ലിങ്ങൾ പെട്ടെന്ന് അധികാരത്തിലെത്തുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പെട്ടെന്ന് അധികാരത്തിലെത്തി. എവിടെ നിന്ന് അധികാരത്തിലെത്തി? എവിടെ അധികാരത്തിലെത്തി? നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ മുഖ്യമന്ത്രി ആയവരെല്ലാം, കൂടുതലും ആയവരെല്ലാം ഈഴവരാണ്. ആക്കിയവരെല്ലാം കോൺഗ്രസ്സുകാരുമാണ്, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് SNDPയുടെ അധികാര സ്ഥാനത്തിലെത്തിയോ അന്ന് SNDPയും SN ട്രസ്റ്റും എല്ലാം കുളം കോരയാണ്. അയാൾ കുളം കോരയാണ്. അയാൾ എന്താണ് പാവപ്പെട്ട ഈഴ സമുദായത്തിന് വേണ്ടി ചെയ്തത്? അയാളുടെ വയറ് വീർപ്പിക്കുന്നു, അയാൾ കള്ളു കച്ചവടം ചെയ്യുന്നു, അയാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നു. അയാൾ ഏതെങ്കിലും ഒരു സ്കൂളിനോ കോളേജിനോ മെഡിക്കൽ കോളേജിനോ വേണ്ടി പിണറായി വിജയൻ ഇരുന്ന സമയത്തോ അതിന് മുമ്പോ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അയാൾ കൊടുത്തിട്ടില്ല. അയാൾ കൊടുത്തു, അയാൾക്ക് വേണ്ടി കൊടുത്തു, അയാളുടെ മകന് വേണ്ടി കൊടുത്തു, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തു, അയാളുടെ അളിയന് വേണ്ടി കൊടുത്തു. അതെല്ലാം അവർക്ക് കിട്ടുകയും ചെയ്തു. ഇയാൾ സമുദായത്തിന് യാതൊരു സേവനവും ചെയ്തിട്ടില്ല. ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാളെ അടിച്ചു കൊല്ലുമായിരുന്നു. ഇയാളെ വെള്ളാപ്പള്ളി ഗണേശനെ അടിച്ചു കൊല്ലും, അന്ന് ചവിട്ടി പുറത്താക്കും. ഇയാളെ മതത്തിൽ നിന്ന് വേണമെങ്കിലും എടുത്തു കളയും. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ എന്താണ്? ജാതി ചോദിക്കരുത്, പറയരുത്. മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇത്രയും തണ്ടിത്തരം പറയുന്ന ഈ ചീർത്ത വയറുള്ള ഇയാൾക്ക് യാതൊരു ബുദ്ധിയില്ലാത്തവനാണ്. അയാൾക്ക് വയസ്സ് 80 കഴിഞ്ഞ്. അപ്പോൾ ഈ RSSകാർ എഴുതി കൊടുക്കുന്ന എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല തവള പറയുന്ന പോലെ എന്ന് പറയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മാക്കറികൾ? അതുപോലെ ഇയാൾ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഇയാൾ ഓരോന്ന് ജൽപ്പനം നടത്തുകയാണ്. ഇയാൾ യാതൊരു വിവരവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെമ്മാടികളായ പലിശയ്ക്ക് കൊടുക്കുന്ന കള്ളു കച്ചവടം ചെയ്യുന്ന യവനെയൊക്കെ SNDPയുടെ തലപ്പത്തിരുത്താൻ ഈ ഈഴവ സമുദായത്തിൽ വേറെ ആരും നല്ല സംസ്കാരവും വിവരവും ബുദ്ധിശക്തിയുമുള്ള ആരുമില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഈ ചെറ്റയെ ചവിട്ടി പുറത്താക്കുന്നില്ല? പുറത്താക്കണം. നല്ല ആൾക്കാരെ വരണം. ആ സമുദായത്തിന് ഉയർച്ചയുണ്ടാക്കണം. ജാതി ഏതായാലും മതം ഏതായാലും ജനങ്ങൾ ഉയരട്ടെ. ജനങ്ങൾ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കട്ടെ, സന്തോഷത്തിൽ ജീവിക്കട്ടെ, സഹകരിച്ച് ജീവിക്കട്ടെ. മനുഷ്യന് പരസ്പരം വിഷം ചീറ്റിയുള്ള പ്രസ്താവനകൾ നടത്തി ജനങ്ങളുടെ മനസ്സുകളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയാൽ തന്നെ അവർ രോഗികളായി പോവും. മനുഷ്യർ സന്തോഷമായിട്ട്, അതായത് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞത്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരു നല്ല സഹകരിച്ചു കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം സംസ്ഥാനം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ ചെന്ന് നോക്കിയാലും നിങ്ങൾക്കറിയാൻ കഴിയും. കേരളക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, കേരളക്കാർക്കൊരു വിലയും നിലയുമുണ്ട്. അത് ഈ വടക്കൻ സംസ്ഥാനങ്ങളിലുള്ള ചാണകം തീറ്റികളെ പോലെ അല്ല. അവരെന്ന് പറഞ്ഞാൽ ഗോസ്വാമിമാരാണ്. അവരെന്തും ചെയ്യും, അവരെ മുണ്ടില്ലാതെ നടക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? മുണ്ടില്ലാതെ നടക്കും. അതിനെ ന്യായീകരിക്കുന്ന കേരളത്തിൽ കുറെ ബുദ്ധിയില്ലാത്ത കുറെ കഴുതകളുണ്ട്. അവർ പറയാൻ എന്തൊക്കെയാണ് പറയുന്ന ഒരു പ്രാവശ്യം ഒരു ചാനലിൽ ഞാൻ കണ്ട എന്തോ ഉദ്ധരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അതിനെ തൊട്ട് തൊടുന്നതിനൊന്നും കുഴപ്പമില്ലാന്ന്. എത്ര വിവരക്കേടാണ് ഇവനൊക്കെ. അതായത് സുഹൃത്തുക്കളെ, ഞാൻ പറയാണ്, ചാണകം തിന്നു തുടങ്ങി അവൻ്റെ കാര്യം പോക്കാണ്. യാതൊരു ബുദ്ധിമുട്ട്. ഇപ്പം നമ്മുടെ മോഡിക്ക് വേണം, വിശ്വഗുരുവാണ്, മോഡിക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ പട്ടിണിയില്ല. കാര്യം അങ്ങനെ പട്ടിണി വരും? ചാണകം തിന്നു.
വെള്ളവും പിന്നെ മൂത്രവും കുടിച്ചാൽ മതിയല്ലോ, പട്ടിണി എങ്ങനെ വരുന്ന പാവപ്പെട്ടവർക്ക് അത് പറയും. ഈ മോഡിയും അമിത്ഷായും അവനെല്ലാം ഇരുന്ന് ഒരു ദിവസം ഈ ചാണകവും മൂത്രവും കുടിക്കുന്ന, ചാണകവും പിന്നെ മൂത്രം കുടിക്കുന്ന ഒരു ഇത് വിടണം. ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇവനെയൊക്കെ കൊണ്ട് തീറ്റിക്കണം. അവനൊക്കെ നടക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല 1-ാം തരം ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവർ ചാണകം തിന്നുക, പിന്നെ മൂത്രം കുടിക്കുക, ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ പിന്നെ. അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരനെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് അവർ എന്താണ് ചെയ്യേണ്ടത്? ജാതിയും മതവും പറഞ്ഞ് കസേര ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇവിടെയുള്ള കേരളത്തിലുള്ള ജനതയ്ക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ മാറ്റം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറും വരും. പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പണം ഉണ്ടാക്കി. ഇപ്പൊ ഈ പിന്നെ വെള്ളാപ്പള്ളി പറയുന്നത് ഈഴവർ പണ്ട് 10 സെന്റിൽ ആയിരുന്നു, ഇപ്പോഴും 10 സെന്റേ ഉള്ളൂ. ഈ വെള്ളാപ്പള്ളി നടേശന് എത്രയോ ഏക്കർ കണക്കിന് സ്വത്തുക്കളുണ്ട്, എത്രയോ കോടിക്കണക്കിന് പണമുണ്ട്. ഈ ചാനലിൽ വന്നിരുന്ന കീഴവന്റെ കാര്യം പറയാൻ നിനക്ക് എന്ത് അധികാരമാണ്? നീ എന്താണ് ചെയ്തത്? ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? നീ എന്തെങ്കിലും ഒരു ഫാക്ടറി ഉണ്ടാക്കിയ, എന്തെങ്കിലും ഒരു വ്യവസായം ഉണ്ടാക്കിയ, എന്തെങ്കിലും? നീ ഈ കള്ള് കച്ചവടം അല്ല, നിനക്ക് വേറെന്തറിയാം? വേറെന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടാ? അപ്പൊ നിന്റെ മകനും അത് തന്നെയാണ് ജോലി. അപ്പൊ സമുദായത്തെ നശിപ്പിക്കാൻ, കുടിപ്പിച്ച് കിടത്തുക, എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുക, എന്നും കസേരയിൽ ഇരിക്കുക, അതാണ് നിന്റെ ബുദ്ധി. അതേസമയം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്താണ് ചെയ്യുന്നത്? അവർ പാവപ്പെട്ടവരായിരുന്നു, അവരും 10 സെന്റിൽ തന്നെ വന്നത്. അവർ പോയി കടൽ കടന്ന് പോയി അന്യരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് വിയർപ്പൊഴുകി അധ്വാനിച്ച് പണം ഉണ്ടാക്കി അവർ വീട് വെച്ചു, അവർ സ്ഥലം വാങ്ങി, അവർ വ്യവസായങ്ങൾ തുടങ്ങി, അവർ ബിസിനസ് തുടങ്ങി, അവർ അന്തസ്സായി ജീവിക്കുന്നു. അതിന് മുസ്ലിങ്ങൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി, ക്രിസ്ത്യാനികൾ അവരുടെ പിന്നെ അമേരിക്കയിലോ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോ പോയി ക്രിസ്ത്യൻ രാജ്യം. ഇപ്പോൾ ഈഴവനും നായരും പിന്നെ പട്ടികജാതി പട്ടികവർഗക്കാരനും ഒക്കെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. അത് വെള്ളാപ്പള്ളിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. വെള്ളാപ്പള്ളിക്ക് ഇന്ന് നേരം വെളുത്തിട്ടില്ല. നിനക്ക് അതായത് ഈ വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും BJPക്ക് 10 സീറ്റ് ഒപ്പിച്ചു കൊടുക്കണം അടുത്ത നിയമസഭാ ഇലക്ഷന്. അതിന് പിന്നെ പിണറായിയുടെ ഒരു പിന്നെ മൗന സമ്മതമുണ്ട്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ പിന്നെ കേരളത്തിലെ ജനതയെ പിന്നെ വഴിവിഴപ്പിക്കാം, അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കി വേർതിരിവ് ഉണ്ടാക്കാമെന്ന് പിന്നെ ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് സ്വന്തമായിട്ട് പറയാനുള്ള പിന്നെ ഇതൊന്നും ഇല്ല ഇപ്പോൾ. അതിനുള്ള അതിനുള്ള ബുദ്ധിയോ ഒന്നുമില്ല. ഇയാൾ എഴുതി കൊടുക്കുന്നു, അതൊരു മാക്കർ പറയും പോലെ എങ്ങനെയായിരുന്നു പറയുന്നു. എന്നാലും ശരി, കേരളത്തിലെ പ്രബുദ്ധമായ ജനത ഈ വെള്ളാപ്പള്ളിയുടെയും ഈ സെൻകുമാറിനെ പോലെയുള്ള ചാണകം തീറ്റികളുടെ ഈ ജൽപ്പനങ്ങൾക്ക് വില കൊടുക്കരുത്. നമ്മളെല്ലാം കേരളത്തിലുള്ളവരാണ്. ഏത് സമുദായമായിരുന്നു, ഇവിടെ ഏതൊരു സമുദായവും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഏതെങ്കിലും സേവനം ചെയ്ത് ഒരു വീട് വെച്ച് കൊടുത്ത് ആഹാരം കൊടുത്തിട്ട് നീ എൻ്റെ മതത്തിൽ വരണമെന്ന് പറയുന്ന അത് മുസ്ലിം അല്ല. അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതുപോലെ സ്ത്രീകളെ പിന്നെ വശീകരിച്ച് പിന്നെ അവരെ സ്നേഹിച്ച് വശീകരിച്ച് അവരെ മതത്തിക്ക്, അതൊന്നും ഇസ്ലാമിൻ്റെ പരിപാടിയിൽ പെട്ടതല്ല. അതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അത് ഇവിടെയുള്ള ബുദ്ധിയുള്ള സമൂഹത്തിന് അറിയാം. മുസ്ലിങ്ങൾ അതായത് ഈഴവർക്ക്, ഇവിടെയുള്ള സംഘപരിവാർക്ക്, ഈ സംഘപരിവാറുകാർക്കോ ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തുണ്ടെങ്കിൽ അവർക്കറിയും മുസ്ലിങ്ങളെ തരക്കാരാണെന്ന്. ഓക്കെ. അപ്പോൾ എന്തായാലും ശരി, കേരളത്തിലെ പ്രബുദ്ധരായ ജനത, സംസ്കാരമുള്ള മതേതരത്വ വിശ്വാസികളായ ജനത ഈ രണ്ട് പിന്നെ ചെറ്റകളുടെയും ഈ പ്രസ്താവനയെ തികഞ്ഞ അവഹേളനത്തോടു കൂടി തന്നെ തള്ളിക്കളയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾക്കെല്ലാം ഒത്തൊരുമിച്ച് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.